100 വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുടപ്പന നാട്ടുകാർക്കിടയിൽ അത്ഭുത കാഴ്ചയായി. ഏകദേശം 50 അടിയോളം ഉയരമുള്ള മരം പണ്ടുകാലത്തെ കാർന്നവന്മാർ നട്ടതാണെന്ന് പറയപ്പെടുന്നു. ഈ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പൂ പൂത്തുകഴിഞ്ഞാൽ കുറച്ചുനാൾ നീണ്ടു നിൽക്കും. തുടരെ തുടരെ ഇതിന്റെ പൂയിതളുകൾ ഓരോന്നായി കൊഴിഞ്ഞ് മരം പൂർണ്ണമായി നശിക്കും. കാലടി കാപ്പള്ളിമനയിലെ രക്തേശ്വരി രക്തചാമുണ്ഡി ക്ഷേത്രങ്ങളുടെ മുൻവശത്തായിട്ട് പൂത്തു നിൽക്കുന്ന ഈ പന 100 വർഷങ്ങൾക്കൊരിക്കൽ മാത്രം പൂക്കുന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ പൂത്തു നിൽക്കുന്ന പന പിന്നീട് ഇതിൻ്റെ കായ്കൾ കുറേശ്ശെയായി കൊഴിഞ്ഞ് പൂർണ്ണമായും പനയുടെ വിത്തുകൾ ഭൂമിക്ക് നൽകി കഴിയുമ്പോൾ ആ പന നന്നായി ഉണങ്ങി അതിൻ്റെ ഓലകൾ ഉണങ്ങി താഴേക്ക് വീഴുമെന്നാണ് സങ്കല്പം. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന പനയെ പനമുത്തശ്ശി എന്നുകൂടി പഴമക്കാർ വിളിക്കാറുണ്ട്. കൊഴിഞ്ഞു വീഴുന്ന കായ്കൾ മരത്തിനു സമീപത്ത് വീണ് അത് അവിടെ കിടന്ന് മുളച്ച് പുതിയ ചെടി ഉണ്ടാകാൻ കാരണമാകുന്നു. പനയ്ക്ക് സമീപം കാപ്പിള്ളിമനയുടെ കുടുംബദേവതയായ രക്തയക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു സമീപത്തായിട്ടാണ് പന പൂത്തിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് കുട വിരിച്ചു പിടിച്ചു നിൽക്കുന്നത് പോലെ നിലകൊള്ളുന്നത്. പനയുടെ ഓല പണ്ടുകാലത്ത് പാളത്തൊപ്പി ഉണ്ടാക്കാനും കുട നിർമ്മാണത്തിനും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. എന്തൊക്കെയായാലും നാട്ടുകാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകും ഈ കുടപ്പനപ്പൂ എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും സൗന്ദര്യത്തോടെയാണ് ആയുസ് കുറഞ്ഞ ഈ പൂ നിൽക്കുന്നത്.